പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് ദാനമായി നൽകി. കർത്താവിനോട് കൂടെയുള്ള കൂട്ടായ്മ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ ക്രിസ്ത്യാനിരൂപരായി തീരണം എന്നുള്ളതാണ് സ്വർഗീയ പിതാവിൻ്റെ വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മുടെ പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ 1 കൊരിന്ത്യർ 1:9 വായിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായിരിക്കണം. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് 6 കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതിലെ 6ാമത്തെ കാര്യത്തിൽ നമ്മൾ അല്പമായിട്ടൊരു വിശദീകരണത്തിലേക്ക് പോവുകയുണ്ടായി. 1, നമ്മൾ സത്യം സംസാരിക്കണമെന്നുള്ളതായിരുന്നു. 2, പാപം ചെയ്യാതിരിപ്പിൻ. 3, പിശാചിനിടം കൊടുക്കരുത്. 4, കള്ളൻ ഇനിയും കക്കരുത്. 5, നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. 6ാമത്തെ കാര്യം വന്നപ്പോൾ നമ്മൾ അവിടെ അല്പം നീണ്ട ചിന്തയിലേക്ക് പോകാനിടയായി. കാരണം അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു. പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടേണ്ട ഒരു ദൈവവൈതൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ അരുത് എന്ന് പറയുന്ന 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മൾ വ്യാജം കാണിക്കരുത്, ദൈവത്തെ പരീക്ഷിക്കരുത്, ആത്മാവിനോട് മറുത്തു നിൽക്കരുത്, ദൈവത്തിൻ്റെ ആത്മാവിനെ നിന്ദിക്കരുത്, ദുഷിക്കരുത്. ഇങ്ങനെ 5 കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസിയിൽ ആത്മാവിൻ്റെ പ്രവർത്തനം എന്നുള്ളതായി. ഒരു വിശ്വാസിയിൽ ആത്മാവിൻ്റെ പ്രവർത്തനം, അതിൽ നമ്മൾ 4 കാര്യങ്ങൾ കാണുകയുണ്ടായി. 1, ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം വരുത്തുന്നത്. വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ ചെറിയതായിരിക്കുന്ന ഒരു തെറ്റിലേക്ക് പോകുമ്പോഴും അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ബോധ്യം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ മാനസാന്തരപ്പെടുവാൻ ഇടയാക്കിയത് പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നൽകിയത് കൊണ്ടാണ്. അപ്പോൾ 1, പാപബോധം വരുത്തുന്നു. 2, നമ്മളെ നിത്യജീവനായി ഒരുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ജനന അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. നമ്മൾ വീണ്ടും ജനിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം നമ്മളെ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ ഒന്നാക്കി ചേർക്കുകയാണ്. അപ്പോൾ കർത്താവിലായിരിക്കുന്ന ഒരു വ്യക്തി, വീണ്ടും ജനിച്ചൊരു വ്യക്തി പിന്നീട് തുടർമാനമായിട്ട് കർത്താവിൻ്റെ കൂട്ടായ്മയിലാണ്. എത്ര വിലപ്പെട്ട കാര്യമാണ്. 3, നമ്മൾ സകല സത്യത്തിലും വഴി നടത്തുന്നു എന്ന് നമ്മൾ കാണുകയുണ്ട്. പരിശുദ്ധാത്മാവാണ് ഒരു വിശുദ്ധനെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. 4ാമത് നമുക്ക് കണ്ടു, നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവ് മുദ്രയിരിക്കുന്നു. അപ്പോൾ ആത്മമുദ്ര നമ്മുടെ മേലുണ്ട്. ഇന്ന് നമ്മൾ വീണ്ടും വായിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അതിൻ്റെ 5ാമത്തെ കാര്യം. 5ാമത്തെ കാര്യമാണ് വായിക്കുന്നത്, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ തന്നെയും വീണ്ടും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ പഴയ ശരീരത്തിൽ തന്നെയാണ്. ആ പഴയ ശരീരത്തിൽ ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള പാപ സ്വഭാവങ്ങൾ നമ്മളിൽ പ്രകടമാകാം, സംഭവിക്കാം. എന്നാൽ അതിന്മേൽ നമുക്ക് ജയം തരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെ അനുസരിക്കണം, എങ്ങനെ കീഴടങ്ങി ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ നമുക്ക് വിജയകരമായ ഒരു ജീവൻ നയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ 5ാമത്തെ പോയിന്റ്, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. നമുക്കറിയാം, യഹൂദന്മാരോട് പറഞ്ഞപ്പോൾ കർത്താവ് യോഹന്നാൻ 8:34 പറഞ്ഞു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ അല്ലെങ്കിൽ അടിമയാകും. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ. അപ്പോൾ കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി നമുക്ക് ഈ വീണ്ടും ജനനത്തിലൂടെ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിലൂടെ
നമ്മൾ ഇന്ന് എങ്ങനെയായിരിക്കണം? നമുക്ക് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയണം. നമ്മൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലുണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ജഡത്തെ അനുസരിച്ച് നമ്മുടെ ഹിതപ്രകാരം നമ്മൾ ജീവിച്ചു. എന്നാൽ ഇനിയും നാം ജീവിക്കേണ്ടത് ജഡത്തെ അനുസരിച്ചല്ല. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യം വായിക്കുമ്പോൾ, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പോൾ നോക്കുക, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്യണം? ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അതിന്മേൽ നമ്മൾ ജയമെടുക്കണം. നമ്മുടെ ആത്മാവിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തണം. അതുകൊണ്ടല്ലേ അതിന് 14-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? 14-ാം വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവത്തിൻ്റെ മക്കൾ എന്നാൽ ദൈവത്തിൻ്റെ പുത്രന്മാരാകുന്നു. ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് എപ്പോഴും അവർ ആസ്വദിക്കേണ്ട, നടത്തപ്പെടേണ്ട ഒരു കാര്യം അവരെ ദൈവാത്മാവ് നടത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയൊരു സാക്ഷ്യം വഹിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തണം. നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യം വായിക്കുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിർവഹിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഉണ്ടോ? എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പൗലോസ് ആ കാര്യം പറയുന്നത്. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, അതൊരു കൽപ്പനയാണ്. വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അതിൻ്റെ 25-ാം വാക്യത്തിൽ വായിക്കുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ദൈവമക്കൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടും ഇവിടെ മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കണ്ടേ? നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ട് കഴിയണം. അതാണ് 5-ാമത്തെ കാര്യം. ഇനി 6-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കുന്നു. അവ നമുക്ക് ഓർമ്മകൾ കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവാണ് നമുക്ക് യഥാർത്ഥമായ നമ്മുടെ ഉപദേഷ്ടാവ്. പരിശുദ്ധാത്മാവിന് നമുക്ക് ദൈവീകമായ ആഴങ്ങളെ നമുക്ക് പറഞ്ഞു തരുവാൻ കഴിയും. വളരെ ഗഹനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, 1 Corinthians chapter 2 verse 9 to 13, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കേട്ടോ, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. കണ്ടോ,
എത്ര ഗഹനമായ കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ വീണ്ടും ജനിക്കാത്ത ഒരുവന് ഒരിക്കലും ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റില്ല. അത് ഗ്രഹിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ 14 വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതിന് 14, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശവും കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. കണ്ടോ? അപ്പം ആത്മീയ മനുഷ്യൻ വളരെ ഗഹനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവാത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മാവിൻ്റെ ഉപദേശങ്ങളെ ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ ആത്മാവ് നമ്മളെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ഗഹനമായ കാര്യമാണ്. വീണ്ടും ജനിച്ച ഒരു വ്യക്തി എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവവചനത്തെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, 1 യോഹന്നാൻ 2-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും, നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. കണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ സകലവും അറിയുന്നു. അതിൻ്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും അത് ഓർക്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. പറയുന്നതിൻ്റെ സാരം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സകലവും ഉപദേശിച്ചു തരുന്നു എന്നുള്ള കാര്യമാണ്. എത്ര വലിയ കാര്യമാണ്! അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തി, ഒന്ന്, ഇവിടെ 5-ാമതായി നമ്മൾ കണ്ടത്, അടിമത്വത്തിൽ നിന്നും നമ്മളെ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. 6-ാമതായിട്ട് നമ്മൾ കണ്ടത്, അവൻ നമ്മളെ ഉപദേശിക്കുന്നു. നമുക്ക് വേണ്ട വചനത്തിൻ്റെ ആഴമായ ഉപദേശങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തൊരു വ്യക്തിക്ക് ഈ വചനങ്ങളൊന്നും അതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി ഗ്രഹിക്കുവാനായിട്ട് ഒരു നാളും കഴിയില്ല. ശ്രദ്ധിക്കുക, വളരെ വിലപ്പെട്ട സത്യങ്ങളാണ് പരിശുദ്ധാത്മാവിടെ പറയുന്നത്. 7-ാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്താൽ നിറയ്ക്കുന്നു. നമുക്കറിയാം, നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഈ പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തെ അതിനെ പ്രാപിച്ചത്. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. റോമൻസ് 5:5. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവം നമുക്ക് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നു. അപ്പോൾ ഒരു യഥാർത്ഥ ഭക്തൻ എപ്പോഴും ആ ദൈവസ്നേഹത്തിൽ നിയന്ത്രിക്കപ്പെടുന്നവനായിരിക്കും. എത്ര വിലപ്പെട്ട കാര്യമാണ്! ദൈവസ്നേഹത്തിൽ അവൻ ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെ അവന് ഈ സ്നേഹം ലഭിച്ചു എന്നുള്ളതാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത പുതിയൊരു കൽപ്പനയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ ഇതാണ് ശിഷ്യത്വത്തിൻ്റെ അടയാളമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഈ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുക. ഇനി ഈ സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ പ്രകടമായ അടയാളം പരസ്പരമുള്ള സ്നേഹമാണ്. നമ്മൾ ചിന്തിക്കണം, ഇന്ന് പാപം പെരുകുന്നതുകൊണ്ട് സ്നേഹം തണുക്കുമെന്ന് മത്തായി 24:12 നമ്മൾ വായിക്കുന്നത് പോലെ പാപങ്ങളെല്ലാം പെരുകുന്നതുകൊണ്ട് സ്നേഹമൊക്കെ തണുത്തുകൊണ്ടിരിക്കുക.
എന്നാൽ ദൈവമക്കൾ പരസ്പരം കാണുമ്പോൾ എത്രമാത്രം ആ കൃത്യമായ സ്നേഹത്തിൽ ഒരുവൻ മറ്റൊരുവനെ കാണുമ്പോൾ സന്തോഷിക്കുവാൻ ഇടയാകണം. നമുക്കറിയാം, നമ്മളിലെല്ലാം വീണ്ടും ജനിച്ചവരിലെല്ലാം ക്രിസ്തു ജീവിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ കാണുന്നത് പോലെ മറ്റൊരുവനെ കാണുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ നിലയിൽ സ്നേഹിക്കാനും കഴിയൂ. നമ്മളിൽ എല്ലാവരിലും ക്രിസ്തു അത്രേ എന്ന് കൊളോസ്യർ 3:11 നമ്മൾ വായിക്കുന്നുണ്ട്. ചിന്തിക്കുക, അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ യഥാർത്ഥ സ്നേഹം പങ്കുവയ്ക്കുവാനും കഴിയും. ആ ഒരു കാഴ്ചപ്പാട് തിരുവചനത്തിലൂടെ ആ ഒരു സത്യം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് മറ്റൊരുവനെ സ്നേഹിക്കാതിരിക്കാൻ ഒരു നാളും കഴിയുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയം സ്നേഹത്താൽ നിറയ്ക്കുന്നു. പരിശുദ്ധാത്മാവ്, ആത്മാവുള്ള ഒരു വ്യക്തി എപ്പോഴും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊരെത്ര ശ്രേഷ്ഠമായ അനുഭവമാണ്. വീണ്ടും നമ്മൾ 8ാമതായിട്ട് കാണുന്നത്, ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ റോമാലേഖനം 8:26 വായിക്കുമ്പോൾ ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നോക്കുക, അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മുടെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. നോക്കുക, ഇതൊക്കെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ ആത്മസഹായത്തോടെ നമുക്ക് യഥാർത്ഥമായിട്ടും നമ്മുടെ പ്രാർത്ഥന പൂരിപ്പിക്കാൻ കഴിയും. ഈ ആത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഈ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുക. നോക്കുക, പ്രാർത്ഥനയിലുള്ള സഹായം നമുക്ക് പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കുവാൻ ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ അഭ്യസിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭ്യാസനത്തിലൂടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ പോലും. ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നിയോഗം ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രവൃത്തി നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, Acts chapter 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന 9ാമത്തെ പ്രവൃത്തി നമ്മളെ കർത്താവിൻ്റെ സാക്ഷിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇന്ന് വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന അനേകരും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പച്ച പരമാർത്ഥം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും നമ്മൾ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാതിരിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും പറ്റിയില്ല. ആരെ കണ്ടാലും നമുക്ക് അവരോട് കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാതെ ഈ രക്ഷകനെ അവർക്ക് നൽകാതിരിക്കാൻ പറ്റുകയില്ല. നമ്മളൊന്ന് ചിന്തിച്ചേ, ആരെങ്കിലും നമ്മുടെ അടുക്കൽ വന്ന് ഈ സുവിശേഷം പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടെ? അതിനുവേണ്ടി ദൈവം ആരെങ്കിലും നിയോഗിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട നമ്മൾ മറ്റുള്ളവർക്ക് ആ നിലയിൽ ഒരു അനുഗ്രഹ കാരണമായി മാറണം. അവർക്ക് രക്ഷയ്ക്ക് മുഖാന്തരമായി മാറണം. നമ്മിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് അവരോട് ഇടപെടുവാനായിട്ട് കഴിയണം. നമ്മൾ കർത്താവിൻ്റെ സാക്ഷ്യം നിശ്ചയമായും വഹിച്ചിരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ കഴിയൂ. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അവിടെയും ആത്മാവിനെ ദുഃഖിപ്പിക്കുക. കാരണം ദൈവം നമ്മളിലേക്ക് ആത്മാവിനെ പകർന്നത് തന്നെ നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരായ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കർത്താവിനെ സാക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ രക്ഷയുടെ അനുഭവത്തിൽ, ആ രക്ഷയുടെ സന്തോഷത്തിൽ മറ്റുള്ളവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ ആത്മാവിന് വിധേയപ്പെട്ട് ആത്മപ്രചോദനയിൽ നമുക്ക് ഈ സുവിശേഷം അറിയിക്കുവാൻ കഴിയുന്നുണ്ടോ? ആത്മാവ് നമ്മളെ നിർബന്ധിക്കും പ്രിയമുള്ളവരെ മറ്റുള്ളവരോട് വചനം പറയുവാൻ. അങ്ങനെ നാം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം.
അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന 9ാമത്തെ കാര്യമാണ്, അത് നമുക്ക് സാക്ഷ്യം പറയുവാൻ അത് നമ്മളെ ശക്തീകരിക്കുന്നു. 10ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനിടയാകുന്നത്. നോക്കുക, ഈ ആത്മാവാണ് നമുക്ക് കൂടുതലായി പുത്രനെ വെളിപ്പെടുത്തി തരുന്നത്. പിതാവ് നമുക്ക് വെളിപ്പെടുത്തും, പരിശുദ്ധാത്മാവ് നമുക്ക് പുത്രനെ കുറിച്ച് വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്തോറും നമ്മൾ എന്തായിത്തീരുക, നമുക്ക് ആ കർത്താവിനോടുള്ള സ്നേഹവും ആ കൂട്ടായ്മയും നമുക്ക് വർദ്ധിക്കുക. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം, ജോൺ ഗോസ്പൽ ചാപ്റ്റർ 15:26, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഉണ്ടോ? അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് കർത്താവിനെ കൂടുതലായിട്ട് ആഴമായിട്ട് അറിയുവാനിടയാകുന്നത്. കർത്താവിനെ അറിയുന്നത് തന്നെ നിത്യജീവനായിട്ട് യോഹന്നാൻ 17:3 കർത്താവിനെ വെളിപ്പെടുത്തി. ഏകസത്യദൈവമായ പിതാവിനെയും ആ പിതാവ് അയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ കർത്താവിനെ കൂടുതലായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു അതേ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 16:14 കർത്താവ് പറഞ്ഞു, അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഉണ്ടോ? പരിശുദ്ധാത്മാവ് പുത്രനുള്ളതാണ് നമുക്ക് എടുത്ത് പ്രകാശിപ്പിച്ചു തരുന്നത്. അതിലൂടെ പരിശുദ്ധാത്മാവ് പുത്രനെ മഹത്വപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ആ പുത്രനെ നമ്മളിലേക്ക് കൂടുതൽ പ്രകാശിപ്പിച്ചു നൽകുക. എത്ര വിലപ്പെട്ട കാര്യമാണ്! ആത്മാവ് ചെയ്യുന്ന 11ാമത്തെ കാര്യം നമ്മളെ ക്രിസ്തു തുല്യരാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കർത്താവിലായി കഴിഞ്ഞാൽ നമ്മളെന്നും ഓരോ ദിവസവും നമ്മളിൽ രൂപാന്തര പ്രക്രിയ നടക്കണം. അത് പരിശുദ്ധാത്മാവിലൂടെയുള്ള പ്രവൃത്തിയാണ്. വളരെ ഗൗരവമായ കാര്യമാണ്. നമ്മൾ 2 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാം വാക്യം, 2 കൊരിന്ത്യൻ ചാപ്റ്റർ 3:18, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ഓരോ ദിവസവും ഈ ആത്മാവിൻ്റെ ഇടപെടൽ മുഖാന്തരമായി നാം ക്രിസ്ത്യാനിരൂപരായി തീർന്നുകൊണ്ടിരിക്കുന്നു. വിലപ്പെട്ട ഒരു കാര്യമാണ്, സത്യമാകുകയുള്ളേ, വിലപ്പെട്ട ഒരു സത്യമാണ്. ഓരോ ദിവസവും നമ്മൾ ക്രിസ്ത്യാനിരൂപരായി തീർന്നുകൊണ്ടിരിക്കും. അത് മറ്റുള്ളവർക്ക് അത് വ്യക്തമായും കാണാൻ കഴിയും. ഇത് ആ പണ്ടത്തെ ആളല്ല, അവൻ തികച്ചും ക്രിസ്തുവിനൊരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ആ വ്യക്തിയിൽ കർത്താവിനെ കാണാൻ കഴിയും എന്നുള്ള ഒരു വലിയ സാക്ഷ്യം നമുക്കറിയില്ലേ. നമ്മൾ ചില കുഞ്ഞുങ്ങളൊക്കെ വളരുമ്പോൾ, എടാ ഈ മോൻ വളരും തോറും അവൻ്റെ അപ്പനെ പോലെ തന്നെയാണെന്ന് പറയാറില്ലേ? അതേ പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരുന്നുവെങ്കിൽ അവിടെയെല്ലാം നമുക്ക് ഈ ഒരു സാക്ഷ്യം ലഭിക്കും. ഇതാ ആ കർത്താവിനെ പോലെ തന്നെ അവനായിരിക്കുന്നു, അവൻ കർത്താവിനെ പോലെ തന്നെ വളരുന്നു എന്നുള്ള ഒരു വലിയ സാക്ഷ്യം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിരിക്കും. അപ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ രൂപാന്തര പ്രക്രിയ ഓരോ ദിവസവും നടക്കുന്നില്ല എങ്കിൽ കർത്താവിൻ്റെ വരവിലും അവർക്ക് ഒരു രൂപാന്തരം ഉണ്ടാകില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുദിനം ക്രിസ്ത്യാനിരൂപരായി തീർന്നുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയ ആത്മാവിൽ നമ്മളിൽ നടക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ അവർ എടുക്കപ്പെടും എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാൻ വകുപ്പില്ല. ഓരോ ദിവസവും കർത്താവിൻ്റെ കൂട്ടായ്മയിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നതിൻ്റെ ഫലമായി നമ്മൾ ക്രിസ്ത്യാനിരൂപരായി തീർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കർത്താവിൻ്റെ വരവിൽ അവനെ താനായിരിക്കുന്നത് പോലെ തന്നെ കാണുകയും ആയിത്തീരുകയും ചെയ്യുന്നത്. 1 യോഹന്നാൻ 3:2 നമുക്കറിയാവുന്ന വാക്യമുണ്ട്, എല്ലായിടത്തും ഞാൻ വായിക്കുന്നില്ല. പ്രിയമുള്ളവരെ,
അത് നമ്മളെ നിശ്ചയമായും ഈ കാര്യത്തിൽ ഉത്സാഹമുള്ളവരാക്കണം. നാം ഒരിക്കൽ പൂർണ്ണമായും ക്രിസ്തുവിനെ പോലെ തന്നെ ആകാൻ പോകുകയാണ്. എന്നാൽ വീണ്ടും ജനിച്ച നാൾ മുതൽ നമ്മളിൽ പരിശുദ്ധാത്മാവിലൂടെ ഈ ഒരു രൂപാന്തര പ്രക്രിയ നമ്മളിൽ നടക്കണം. അവസാനം 12ാമത് ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ ആത്മാവിൻ്റെ വിശ്വാസത്തിലുള്ള പ്രവർത്തനം എന്നുള്ള ആ വിഷയം ഞാൻ തീർക്കാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഇത് നമ്മളോടുള്ള പുതിയ നിയമ സഭയോടുള്ള ദൈവത്തിൻ്റെ ഒരു കൽപ്പന എന്ന വണ്ണം എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യമാണ്. എഫേസ്യൻ ചാപ്റ്റർ 5:18. ഇത് ദുഷ്കാലമാകയാൽ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരാകുവീൻ. നമ്മുടെ മലയാളത്തിൽ നിറഞ്ഞവരായി എന്ന ആത്മാവ് നിറഞ്ഞവരാകുവീൻ അതൊരു കൽപ്പനയാണ്. നിങ്ങളൊരു നമ്മൾ ഈ ആത്മാവിനെ പ്രാപിച്ചു. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ആത്മാവിൽ നിറയപ്പെടണം. ബർന്നബാസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവൻ ആത്മാവിൽ നിറഞ്ഞവനായിരുന്നു. സ്തെഫാനോസ് ആത്മാവിൽ നിറഞ്ഞവനായി തീർന്നു. പൗലോസ് ആത്മാവിൽ നിറഞ്ഞവനായി അവനെ ഉറ്റുനോക്കി. നമ്മൾ ആത്മാവിൽ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായും ആത്മാവിനാലുള്ള നടത്തിപ്പ് ജീവിതം ഉണ്ടാകുന്നത്. ഇത് ഓരോ ദിവസവും ഈ നിറവ് എന്നുള്ളത് ഓരോ ദിവസവും വിശുദ്ധന്മാരിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. നോക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലായിട്ട്, ഇപ്പം പരിശുദ്ധാത്മാ സ്നാനം അത് ഒരിക്കലാണ്. പിന്നെ പരിശുദ്ധാത്മാവിൽ നമ്മൾ വീണ്ടും ജനിച്ചത് ഒരിക്കലായിട്ടുള്ള സംഭവമാണ്. പരിശുദ്ധാത്മാവിനുള്ള മുദ്ര അത് ഒരിക്കലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആത്മാവിലുള്ള നിറവ് എന്നുള്ളത്, ആത്മസ്നാനം ഒരിക്കലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആത്മനിറവ് എന്ന് ചിലർ ആത്മനിറവിനെയും ആത്മസ്നാനത്തെയും തമ്മിൽ തെറ്റിദ്ധരിക്കും. ആത്മനിറവും ആത്മസ്നാനവും രണ്ട് കാര്യമാണ്. ആത്മസ്നാനത്താൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഒന്നായി ചേർക്കപ്പെടുന്ന കാര്യമാണ് 1 കൊരിന്ത്യർ 12:13. എന്നാൽ ആത്മനിറവ് നമുക്ക് ഓരോ ദിവസവും നമുക്ക് പുതുക്കപ്പെടേണ്ട. ഇന്നലത്തെ നിറവിൽ ഇന്ന് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ വീണ്ടും പുതുതായിട്ട് ആത്മാവിൽ നിറയണം. അപ്പോൾ ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ പലരും അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ ലളിതമായി നമ്മൾ പറയാം. ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ആത്മാവിന് വിധേയപ്പെട്ട് നമ്മളെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആത്മാവിന് പൂർണ്ണമായും നമ്മളെ ലഭിക്കുക എന്നുള്ളതാണ്. നമ്മളെ ലഭ്യമാക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചിലർ മറ്റു ചില രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. നമ്മളെ തന്നെ പൂർണ്ണമായും ആത്മാവിനെ വിധേയപ്പെടുത്തുക, ആത്മാവിനെ കീഴടങ്ങുക, ആത്മാവിനെ അനുസരിക്കുക. അവിടെയാണ് നമ്മൾ ആത്മനിറവുള്ളവരായി മാറുന്നത്. വളരെ വിലപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് നമുക്ക് ആത്മാവിനാൽ നടത്തപ്പെടാൻ കഴിയുന്നത്. എത്രയോ മനോഹരമായ കാര്യം, ശ്രേഷ്ഠമായ കാര്യം. അപ്പോൾ ആത്മാവ് വിശ്വാസിയിൽ ചെയ്യുന്ന 12 കൂട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഞാനെല്ലാം ഇനി ആവർത്തിക്കണ്ടല്ലോ. നിങ്ങളുടെ ഈ വാക്കുകളെല്ലാം, ഈ വാക്കുകളൊക്കെ നമ്മളെ വിട്ട് ഒഴുകിപ്പോകരുതേ പ്രിയമുള്ളവരെ. ഈ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ഈ വചനത്തിൽ നമ്മൾ നിൽക്കണം. ഫിലദൽഫിയ സഭയെ പോലെ നിങ്ങളെൻ്റെ വചനം കാത്തു. ഈ വചനം അത് ഒഴുകിപ്പോകരുത്. എബ്രായർ 2:1 പറയുന്ന പോലെ ഈ കേട്ട വചനങ്ങൾ ഒഴുകിപ്പോകാനിടയാക്കരുത്. ആ വചനം നമ്മൾ മുറുകെ പിടിക്കണം. ആ വചനത്തിൽ നമ്മൾ നിൽക്കണം. അങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെട്ട് ഒരു യഥാർത്ഥമായ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാകാതെ ആത്മാവിനെ അനുസരിക്കുന്നവരായി മുന്നേറുവാൻ ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ കേൾപ്പിക്കാനായി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.